ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രമിൻ്റെയും വേദയുടെയും രണ്ടാമതൊരു വിവാഹം കൂടി അറേഞ്ച് ചെയ്യാണ് കേട്ടോ. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്, നന്ദിനിയും വിക്രമും ഒഴിച്ച്. ബാക്കിയുള്ള എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കാരണം എല്ലാവരും കാണാൻ ആഗ്രഹിച്ചൊരു നിമിഷമായിരുന്നു. തങ്ങളുടെ മുമ്പിൽ വെച്ച് താലി കെട്ടാത്ത തങ്ങളുടെ മക്കൾ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ താലി കെട്ടി പുതിയൊരു ജീവിതം തുടങ്ങുന്നത് എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു നിമിഷമായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ വേദയുടെ മുത്തശ്ശിയാണെങ്കിലും ഈ വിവാഹത്തോടു കൂടി പരസ്പരം അകന്നു നിൽക്കുന്ന വിക്രമിൻ്റെയും വേദയുടെയും മനസ്സ് ഒന്നിക്കണമെന്നൊരു ഒറ്റ ആഗ്രഹമേ അവർക്കും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഏതായാലും വിവാഹമൊക്കെ അതിഗംഭീരമായിട്ട് തന്നെ നടക്കുകയാണ്. ഇതേ സമയത്ത് ചില അനിഷ്ടങ്ങളും അതുപോലെ തന്നെ നമ്മുടെ നന്ദിനിയുടെ ചില കുസൃതികളും ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ നടക്കുകയാണ് കേട്ടോ. അങ്ങനെ വേദയുടെയും വിക്രമിൻ്റെയും ജീവിതം പുതിയൊരു തരത്തിലേക്ക് തന്നെ നീങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ശേഷം ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ നന്ദിനിക്കാണെങ്കിൽ ആകെ ചൊരിഞ്ഞു വരുന്നുണ്ട്. നന്ദിനിയാണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിലായിരിക്കും കേട്ടോ. വേദനെ എല്ലാവരും എടുത്ത് തലയിൽ കയറ്റി വെച്ചിരിക്കുന്നു. ഇപ്പം ഇതാ ഇത്രയും കാലം അവൾ വലിഞ്ഞു കയറി വന്നവളെന്ന് ഒരു പേരെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പം ഇതാ ഞങ്ങളെപ്പോലെ തന്നെ എല്ലാ അർത്ഥത്തിലും എല്ലാ വിധത്തിലും ഒരു താലി ചാർത്തി നല്ലൊരു രീതിയിൽ തന്നെ അവൾ കയറി വന്നതുകൊണ്ട് ഇനി ആ പേര് പറഞ്ഞാൽ അവളെ ആക്ഷേപിക്കാൻ സാധിക്കില്ല. എൻ്റെ ഈശ്വര, അവൾ വന്ന് കയറിയതോടെ എൻ്റെ ഇവിടുത്തെ സ്ഥാനവും പോയി, അവളുടെ അഹങ്കാരമെല്ലാം ഞാൻ സഹിക്കേണ്ടിയും വരുന്നു. എൻ്റെ ഒരു വാക്കിന് പോലും ഇവിടെ വിലയില്ല. എന്ത് പറഞ്ഞാലും തർക്കുത്തരും അതുപോലെ തന്നെ എന്നെ അടിച്ചമർത്തി സംസാരിക്കലും എല്ലാവരുടെ മുൻപിൽ വെച്ച് എന്നെ കളിയാക്കലും ഒക്കെയാണ് അവളുടെ ലക്ഷ്യം. അതുപോലെ ഇത്രയും കാലം ഞങ്ങൾ സമ്പാദിച്ച പണമെല്ലാം അവൾ ഈ വീട്ടിലെ ലോണ് തീർക്കാൻ വേണ്ടിയിട്ട് കൊടുത്തേക്കുന്നു. അവൾ ആരാണ്? അവൾക്ക് ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട് അവളെ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. എന്നിട്ട് നന്ദിനി തന്നെ ചിന്തിക്കുന്നുണ്ട്, ഇത്രയും കാലം വിക്രമൻ അവളെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു. ഇപ്പോൾ അവൻ്റെ മനസ്സും മാറ്റിയെടുത്തു. പെണ്ണൊരുമ്പട്ട എന്ത് നടക്കുമെന്നല്ലേ. രംഭയല്ലേ രംഭ, അവൾ എന്തെങ്കിലുമൊക്കെ കാണിച്ച് അവനെ മയക്കിയതായിരിക്കും. മയങ്ങട്ടെ, എനിക്കറിയാമല്ലോ, എന്തെങ്കിലുമൊക്കെ കാണിച്ച് അവരെ തമ്മിൽ പിരിപ്പിക്കാൻ എനിക്കും അറിയാം എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ ശേഷം പിന്നെയും നമ്മുടെ സീതയെ കാണാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ നന്ദിനി. അങ്ങനെ സീതയുടെ അടുക്കൽ ചെന്നിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് കേട്ടോ. വിവാഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഒന്ന് മുടക്കാൻ ഇവർ ശ്രമിച്ചിരുന്നു, പക്ഷെ അത് ഏറ്റില്ല. അങ്ങനെ വിവാഹം നടന്നെങ്കിലും ഇനി അതൊന്നും കാര്യമാക്കണ്ട, എങ്ങനെയെങ്കിലും അവരെ തല്ലി പിരിപ്പിക്കണം, എന്നിട്ട് ആ സ്ഥാനത്തേക്ക് എൻ്റെ മകൾ കയറി വരണം എന്നൊക്കെ പറഞ്ഞ നന്ദിനി സീതയെ സോപ്പിടുന്നുണ്ട് കേട്ടോ. ഇനി ഒരിക്കലും അതൊന്നും നടക്കില്ല. ഏട്ടത്തി, ഇത്രയും കാലം അവർ വിവാഹം കഴിച്ചില്ല എന്നെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുടുംബങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് ഇരു കൂട്ടരുടെയും വിവാഹം നടത്തി കൊടുത്തു. ഇനി എനിക്ക് ആ വീട്ടിലേക്ക് കയറി വരാനോ അല്ലെങ്കിൽ വിക്രമിൻ്റെ ഭാര്യയായിട്ട് ആ ഒരു ജീവിതം സ്വപ്നം കാണാനോ ഇനി എനിക്ക് കഴിയില്ല. ഇത്രയും കാലം ഞാൻ സ്നേഹിച്ച പുരുഷൻ എന്നെ മനസ്സിലാക്കിയില്ലല്ലോ എന്നോർക്കുമ്പോൾ ഉള്ളൊരു വിഷമം അത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ സീതയും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നന്ദിനിയേട്ടത്തി പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ ചിന്തിക്കാൻ വരട്ടെ, ഇനിയും ഈശ്വരൻ നമുക്ക് അവസരം തരും. നിൻ്റെ പ്രണയത്തിന്, നിൻ്റെ സ്നേഹത്തിന് അത് സത്യമുള്ളതാണെങ്കിൽ ഈശ്വരൻ നിങ്ങളെ ഒന്നിപ്പിക്കുക തന്നെ ചെയ്യും. വിക്രമിനെയും നിന്നെയും ഒന്നിപ്പിക്കുക തന്നെ ചെയ്യും. ആ സാധനം ഉണ്ടല്ലോ, അവളെ അവിടെ നടിച്ചിറക്കാതെ എനിക്ക് സമാധാനമില്ല. ഉള്ളത് പറയാലോ സീതെ, അവൾ ആരാ ടീമെന്ന് നിനക്കറിയാവോ? അവളെന്നെ ആ വീട്ടിൽ വെച്ച് പൊറുപ്പിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. എൻ്റെ പരിപാടികളൊന്നും അവിടെ നടക്കില്ല. ഞാൻ എന്ത് ചെയ്താലും അവൾ കണ്ടുപിടിക്കും. അതുപോലെ തന്നെ എനിക്കൊരു പണിയെടുക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ എല്ലാത്തിനും കിഴിഞ്ഞു വന്ന് നോക്കും അവളുടെ അടുക്കൽ ഒന്നും നടക്കില്ല. എനിക്കവളെ കണ്ണിന് കണ്ടുകൂടാ. അതുമല്ല, നമ്മളെപ്പോലൊന്നും അല്ലല്ലോ, ജിയുടെ മകളല്ലേ. കാശും സൗന്ദര്യവും പഠിപ്പും വിദ്യാഭ്യാസവും എല്ലാം അവൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ എല്ലാം ഞങ്ങൾ രണ്ട് മരുമക്കളെക്കാട്ടിലും ഒരുപടി സ്ഥാനം കൂടുതൽ അവൾക്ക് തന്നെയാണ്. നീയൊന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനൊരു കുഞ്ഞും കൂടെ ഉണ്ടായാൽ തീർന്നു എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ സീത ഇങ്ങനെ സങ്കടത്തോടുകൂടി നോക്കുകയാണ്. എന്നാലും ഇനി അവർ ഭാര്യഭർത്താക്കന്മാരല്ലേ, ഇനി അവരുടെ ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറാൻ എനിക്ക് പറ്റുമോ? വിക്രം പോലും എനിക്ക് സപ്പോർട്ടില്ല, എൻ്റെ സ്നേഹം മനസ്സിലാക്കുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെ ഏട്ടത്തി? അതിനൊക്കെ വഴിയുണ്ട്. രംഭ അവിടെ നിറങ്ങിപ്പോയാൽ എല്ലാം പഴയതുപോലാകും. വിക്രം നിന്നെ തന്നെ ചിന്തിക്കും, നിൻ്റെ അടുക്കിലേക്ക് വരികയും ചെയ്യും. അതെനിക്ക് ഉറപ്പാണ്. അതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിനക്കേ ചെയ്യാൻ പറ്റുള്ളൂ. നീ വിക്രമിൻ്റെ അടുക്കിലേക്ക് വരാനും കൂടുതൽ സംസാരിക്കും. അതുപോലെ തന്നെ വിക്രമും നീയും തമ്മിലൊരു ബന്ധമുണ്ടെന്ന് നമ്മുടെ വേദ മനസ്സിലാക്കാൻ വേണം. അതിന് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാനിപ്പോൾ അവിടേക്ക് വന്നാൽ കമലാമ്മ പോലും അംഗീകരിക്കുന്നില്ലല്ലോ.
വിക്രം പോലും അംഗീകരിക്കുന്നില്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ എന്നൊക്കെ ഇങ്ങനെ പറയാനാണ് കേട്ടോ. ഇത് കേൾക്കുന്ന നന്ദിനിയെടുത്ത് പറയുന്നുണ്ട്, അതിനൊക്കെയുള്ള അവസരങ്ങൾ ഞാൻ നിനക്ക് ഒരുക്കിത്തരാം, പക്ഷേ ഞാൻ പറയുന്ന പോലെ നീ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചെവിയിൽ കുനുകുനുകുനാന്ന് ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് സീത ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ നടക്കുമോ ഏട്ടത്തി? ഇതൊക്കെ നടക്കും, നീ മനസ്സ് വെച്ചാൽ എല്ലാം നടക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ അതായത് നമ്മുടെ വേദയുടെ മുൻപിൽ വിക്രമും സീതയും തമ്മിൽ ഒരു വഴിവിട്ട ബന്ധമുണ്ട് എന്ന് വരുത്തി തീർക്കാനാണ് നന്ദിനി ശ്രമിക്കുന്നത്. അങ്ങനെ വരുത്തി തീർക്കുന്നതിലൂടെ വേദ വിക്രമിനെ കളഞ്ഞിട്ട് പോകുമെന്നൊക്കെയാണ് നന്ദിനിയുടെ വിചാരം. അത് കേട്ട് തുള്ളാൻ നമ്മുടെ സീതയും. അങ്ങനെ ഇവർ വലിയ പ്ലാനിങ്ങുകളൊക്കെ നടത്തുകയാണ് കേട്ടോ. അങ്ങനെ സീതയാണെങ്കിൽ രാവിലെ തന്നെ വന്ന് നമ്മുടെ വിക്രം ഇങ്ങനെ കുളിച്ചിട്ട് വരികയാണ്. കുളിച്ചിട്ട് വരുമ്പോൾ പെട്ടെന്ന് നന്ദിനിയാണെങ്കിൽ തോർത്തെടുത്ത് നമ്മുടെ സീതയിലേക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞിട്ട് വിക്രം കുളിച്ചിട്ട് വരുന്നുണ്ട്, അവൻ്റെ കൈ തോർത്തൊക്കെ ഉണ്ട്, അതൊന്നും നീ മൈൻഡ് ചെയ്യണ്ട, നീ ആ തലയൊന്ന് തോർത്തി കൊടുക്കുക, ഞാൻ വേദന ഇപ്പം ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടാവേ. അയ്യോ, ഞാൻ തോർത്തും പോയ വിക്രം എന്നെ ചവിട്ടി കൊല്ലും, അതൊന്നും എനിക്കറിയത്തില്ല, അവൾ വന്ന് നോക്കുമ്പോൾ നീ തല തോർത്തി കൊടുത്തിരിക്കണം എന്ന് പറയാണ് കേട്ടോ. ആ ശരി നോക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സീതയും പറയുന്നുണ്ട്. അങ്ങനെ ഓടി വേദയുടെ അടുക്കിലേക്ക് ചെന്നിട്ട്, വേദ ഇനി വന്നേ, ഒരു സൂത്രം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നന്ദിനിയേട്ടത്തെ വിളിച്ചുകൊണ്ട് വരുമ്പോഴേക്കും നമ്മുടെ വിക്രം റൂമിലേക്ക് എത്തുകയാണ് കേട്ടോ. അപ്പോൾ സീതയാണെങ്കിൽ റൂമിൽ കയറിയിട്ടായിരിക്കും വിക്രമിൻ്റെ തല പെട്ടെന്ന് അങ്ങ് തോർത്തി കൊടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ വെച്ച് ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും നമ്മുടെ വേദ അവിടെ വന്നിട്ടുണ്ടായിരിക്കേ. വേദ ഇങ്ങനെ നോക്കുന്നുണ്ട് സീതേനെ. അപ്പോൾ സീത, ഓ ഞാൻ പോയേക്കാം വിക്രമേട്ട, ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് പോകുകയാണ് കേട്ടോ. അപ്പോൾ വിക്രം ഇങ്ങനെ ചിന്തിക്കേണ്ടത് എന്താ ഇവിടെ നടക്കുന്നതെന്ന് വിക്രമിനൊന്നും പിടികിട്ടുന്നില്ലേ. എന്നിട്ട് വേദ വന്നിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട്. വേദ ചോദിക്കുന്നുണ്ട്, എന്താ ഈ നടക്കുന്നത്? ഒരു ഭാര്യ ഈ വീട്ടിലുള്ളപ്പോഴാണോ പഴയ കാമുകിനെ കൊണ്ട് തല തോർത്തുന്നതൊക്കെ? നിങ്ങളുടെ കൈ ഒടിഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ? അതോ ഇനി ശ്രീകാര്യം ശ്രീനിവാസനോ അല്ലെ അവൻ്റെ ആ ഗുണ്ടകളോ അല്ലെങ്കിൽ വഴിയെ പോയ ആരെങ്കിലും തല്ലി ഒടിച്ചിട്ടുണ്ടോ? അതേ മനുഷ്യൻ ഇവിടെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴത്തേക്കിനും നിൻ്റെ ചൊറിഞ്ഞ് വർത്താനം കൊണ്ട് ഇങ്ങോട്ട് വരല്ലേ? ആഹാ, ഞാനിപ്പോൾ പറഞ്ഞതാണ് കുറ്റം, അല്ലാതെ കണ്ടതൊന്നും കുറ്റമല്ലേ? അവൾ ഇവിടെ വന്നതുപോലും ഞാൻ കണ്ടില്ല. നീ ഈ റൂമിലേക്ക് കയറി വന്നപ്പോഴാണ് അവൾ തല തോർത്തുന്ന തുടങ്ങിയത് തന്നെ, അല്ലാതെ ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. എനിക്ക് കൈക്ക് കുരുവൊന്നുമില്ലല്ലോ വെള്ളമാരെയും കൊണ്ട് തല തോർത്തിക്കാനൊന്നും. നിൻ്റെ കാര്യം നോക്കുക. അല്ല, അഥവാ ഇനി എൻ്റെ തല അവൾ തോർത്തേ തന്നെ നിനക്കെന്താ കുഴപ്പം? നീ എൻ്റെ ആരാ? താലി കെട്ടിയെന്നും പറഞ്ഞിട്ട് ഭാര്യയൊന്നും ആവില്ല. ആ ഭാര്യ സമയം വേണ്ടിയിട്ട് എൻ്റെ അടുക്കിലേക്ക് വരികയും വേണ്ട കേട്ടോ എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ വിക്രം അങ്ങനെ പോകുകയാണേ. ഈ സമയത്ത് നന്ദിനി ഇങ്ങനെ കൊളുത്തി കൊടുക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. നന്ദിനി പറയുന്നുണ്ട്, അയ്യോ കേട്ടോ, അവൻ പറഞ്ഞത് കേട്ടോ, ഒരു ഭാര്യ താലി ചാർത്തി, അതും ഞങ്ങളെപ്പോലൊന്നുമല്ല, 2 തവണ താലി ചാർത്തി കൊണ്ടുവന്നതാണ്. എന്നിട്ട് അവളെ കാണിക്കുന്നതൊക്കെ മോശമല്ലേ? നാണമുണ്ടോ അവനെ പറഞ്ഞാൽ മതിയല്ലോ, അവളെ ഈ വീട്ടിൽ കയറ്റുന്നത് അവനെ പറഞ്ഞാൽ മതിയല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് നന്ദിനി അങ്ങനെ പോവുകയാണ്. ഉടനെ വേദ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇതിലെന്തൊക്കെയൊക്കെ ട്വിസ്റ്റ് നടക്കുന്നുണ്ട്, ഞാൻ കണ്ടുപിടിച്ചോളാം. അങ്ങനെ വിക്രമിനെ വിട്ടുകൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുമില്ല, എന്നെ ആരും തെറ്റിദ്ധരിപ്പിക്കുകയും വേണ്ട എന്നിങ്ങനെ ചിന്തിച്ച് വേദ അങ്ങനെ അകത്തേക്ക് പോകുകയാണ് കേട്ടോ. ശേഷം കാണിക്കുന്നത് ഇതുപോലെ തന്നെ നമ്മുടെ നന്ദിനി വിളിച്ചിട്ട് സീതയോട് പറയുന്നുണ്ട്, കുറച്ച് നമ്മുടെ വേദയുടെ മനസ്സൊന്ന് ഇളകിയിട്ടുണ്ട് കേട്ടോ, ഇത് തന്നെ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകണം, അപ്പോൾ എല്ലാം ശരിയാകും. നീയേ പുറത്ത് നിന്ന് അകത്തേക്കും അവൾ അകത്തു നിന്ന് പുറത്തേക്കും പോകും എന്നൊക്കെ നമ്മുടെ നന്ദിനി ഏട്ടത്തി സീതയെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. ശേഷം അടുത്ത പ്ലാനിങ്ങുകളൊക്കെ നടക്കുകയാണ്. അങ്ങനെ അടുത്തതായിട്ട് അവരിങ്ങനെ തീരുമാനിക്കുകയാണ്, വിക്രമിൻ്റെ ബൈക്കിൻ്റെ പുറകിൽ എങ്ങനെയെങ്കിലും സീതയെ വഴിയിൽ വെച്ച് നമ്മുടെ വേദ കാണണം, രാധയെ വഴിയിൽ വെച്ച് കാണണം എന്നിങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ അതൊരിക്കലും നടക്കില്ല, എന്തായാലും വിക്രം എന്നെ കേട്ടില്ല, വിക്രം കാണാതെ അങ്ങനെ കയറാനൊന്നും പറ്റില്ല, അവനെന്നെ ഉന്തി വിടും, അതെനിക്ക് ഉറപ്പാണെന്ന് പറയാൻ കേട്ടോ. എന്നാൽ നമുക്ക് പ്ലാൻ വേറെ മാറ്റണം എന്നിങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ നിങ്ങൾ രണ്ടുപേരും എവിടെയെങ്കിലും നിന്ന് കോഫി കുടിക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും, അത് വേണമെങ്കിൽ ഒരു കൈ നോക്കാം എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ നന്ദിനിയേട്ടത്തി ആണെങ്കിൽ വേദേനയും കൂട്ടി പുറത്തേക്ക് പോകുകയാണ് കേട്ടോ. എന്തോ ഒരു അത്യാവശ്യമുണ്ട്, വേദ വന്നാലും നടക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വേദേനയും വിളിച്ചുകൊണ്ട് പോകുകയാണ്. അങ്ങനെ അതേ സ്പോട്ടിൽ തന്നെ നമ്മുടെ വിക്രമിനെയും വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിക്രമിനെ അവിടേക്ക് വിളിക്കുമ്പോൾ രാധയോടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കുന്നുണ്ട്. അങ്ങനെ വിക്രം അവിടെ നിന്ന് ചായ കുടിക്കുമ്പോൾ രാധയോട് പറയാണ് അതേ കടയിൽ കയറി ചായ കുടിക്കാൻ. അങ്ങനെ വിക്രമിൻ്റെ അടുക്കിലേക്ക് രാധ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വിക്രം ഇതൊന്നും അറിയുന്നില്ല. വിക്രം അങ്ങനെ തിരിഞ്ഞ് നിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിക്രമിൻ്റെ അടുക്കിലേക്ക് ഓടി വന്ന് രാധയും ചായ മേടിച്ച് കുടിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ ഒരു സ്പോട്ടിലേക്ക് കറക്റ്റ് എത്തുമ്പോൾ നമ്മുടെ നന്ദിനിയേട്ടത്തിയാണെങ്കിൽ
വേദയെ വിളിച്ച് പറയുന്നുണ്ട്, വേദേ അങ്ങോട്ട് നോക്കി, ദേ 2 ഇണക്കുരുവികളെ നോക്കി എന്നിങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് രാധയാണെങ്കിൽ വിക്രമിൻ്റെ ഫ്രണ്ടിലേക്ക് വരികയും അങ്ങനെ വിക്രം കഴിച്ചുകൊണ്ടിരുന്ന പരിപ്പോടെ ഇങ്ങനെ തട്ടിപ്പറിച്ചിട്ട് അത് കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വേദ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണിത്. കാരണം വേദ ചിന്തിക്കുന്നില്ലല്ലോ വിക്രം ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് എന്നാണ് വേദ മനസ്സിലാക്കുന്നത്. അങ്ങനെ വേദ എന്നിട്ട് ഒന്നും മിണ്ടാതെ വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ. എന്നിട്ട് നന്ദിനി ഓരോന്ന് പറയാൻ വരുമ്പോൾ വേദ പറഞ്ഞിട്ട്, ഏട്ടത്തി കണ്ടതുപോലുള്ള കാര്യം ഞാനും കണ്ടിട്ടുണ്ട്. ഏട്ടത്തിനത് പറഞ്ഞ് വിശദീകരിപ്പിക്കുകയും എൻ്റെ തലയിലേക്ക് അതൊക്കെ കുത്തിക്കയറ്റാൻ ശ്രമിക്കുകയോ ഒന്നും വേണ്ട. എനിക്കറിയാം, പാലും വെള്ളവും ഒക്കെ തിരിച്ചറിയാൻ എനിക്കറിയാം. ഏട്ടത്തിൻ്റെ സാരോപദേശത്തിന് എനിക്ക് ആവശ്യമില്ല. ഉപദേശം വേണ്ടപ്പം ഞാൻ വന്നോളാം. ഏട്ടത്തിൻ്റെ പാട് നോക്കി പൊക്കി എന്ന് പറഞ്ഞിട്ട് വേദ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. വേദയ്ക്കൊന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. എന്തൊക്കെയോ ഇതിനകത്ത് ചുറ്റിക്കളിയുണ്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മളിന്ന് പോയെടുത്ത് തന്നെ അവർ രണ്ടുപേരും ഒരുമിച്ച് കാണില്ലല്ലോ. അതും വിക്രം കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം അവൾ തട്ടിപ്പറിച്ച് മേടിക്കുന്നു. അപ്പോൾ ഇതിലെന്തൊക്കെയുണ്ട്? ഇനി എന്നെ തോൽപ്പിക്കാൻ വല്ലതും ആണോ വിക്രമിൻ്റെ ഉദ്ദേശം? അതോ എന്നെ ഇവിടുന്ന് പടിയിറക്കി പിണ്ഡം വയ്ക്കാനോ? അതൊക്കെ നടക്കുന്ന കാര്യമൊന്നുമല്ല മോനെ വിക്രം. നിന്നെ വിറ്റ കാശ് എൻ്റെ കയ്യിലുണ്ട്. എന്തായാലും ഇതിന് പിന്നിലെ രഹസ്യം ഞാൻ കണ്ടുപിടിച്ചിരിക്കും. അങ്ങനെ നീയും അവളും ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. ഞാൻ ഇവിടുന്ന് ഇട്ട് പോവുകയില്ല. ഇനി അങ്ങോട്ട് ഈ താലി എൻ്റെ കഴുത്തിൽ തന്നെയായിരിക്കും എൻ്റെ മരണം വരെ എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ കാണിച്ചുകൊണ്ടായിരിക്കും കേട്ടോ ആ ഒരു എപ്പിസോഡ് കഴിയുന്നത്.